ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിരൻസ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് അക്കൗണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററാണ്. ഇതിലെ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന ഭാഗം നമ്മൾ മുൻപ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുൻപത്തെ ക്ലാസ്സുകൾ കാണാൻ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എല്ലാം ചെക്ക് ചെയ്യുക. ക്ലാസ്സിലേക്ക് പോകാം. Income and expenditure account. This account is prepared to find out surplus or deficit of a non-profit organization for a particular period of time. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് സർപ്ലസും ഡെഫിസിറ്റും, സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ് സാധാരണ, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്കത് കാണാം കേട്ടോ. ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ടാണ് അവരത് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ അക്കൗണ്ടിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണ്. നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ചെയ്യാറ് അല്ലേ. അതേപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കണ്ടുപിടിക്കുന്നത് എന്താണ് കണ്ടുപിടിക്കുന്നത്? സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ ആരുടെ? ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഫോർ എ പർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം. ഇനി എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. നമ്മുടെ CSEB എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ത് അക്കൗണ്ടാണ്? ഇറ്റ്സ് എ നോമിനൽ അക്കൗണ്ടാണ്. കാരണം റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. എവിടെ നിന്നാണ് ഇതിന് വേണ്ട ഡാറ്റ എടുക്കുന്നത്? റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലെ വിവരങ്ങളാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. ഇറ്റ് റെക്കോർഡ്സ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഓൺ ദ ഡെബിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിൽ എന്താണ് എഴുതുന്നത്? എക്സ്പെൻസസും ലോസസുമാണ് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് കേട്ടോ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്താ എഴുതുന്നത്? എക്സ്പെൻസസും ലോസസും. ക്രെഡിറ്റ് സൈഡിലോ ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ക്രെഡിറ്റ് സൈഡിൽ എന്തെഴുതും? ഇൻകംസ് ആൻഡ് ഗെയിൻസ് എഴുതും. ഡെബിറ്റ് സൈഡിൽ എന്തെഴുതും? എക്സ്പെൻസസ് ആൻഡ് ലോസസ് എഴുതും. അപ്പോൾ ഈ എഴുതുമ്പോൾ തന്നെ ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി റവന്യൂ റെസിപ്റ്റ്സ്. റവന്യൂ റെസിപ്റ്റ്സ് എന്താണ്, റവന്യൂ പേയ്മെൻറ്റ്സ് എന്താണെന്നൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ വരുന്നു, അതെങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. റവന്യൂ റെസിപ്റ്റ്സ്, റവന്യൂ പേയ്മെൻറ്റ്സും മാത്രമേ ഇതിൽ ഉൾക്കൊള്ളുന്നുള്ളൂ കേട്ടോ. ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി റവന്യൂ റെസിപ്റ്റ്സ് ആൻഡ് റവന്യൂ പേയ്മെൻറ്റ്സ്. ക്യാപിറ്റൽ ഐറ്റംസ് ആർ ഇഗ്നോർഡ്. ക്യാപിറ്റൽ ഐറ്റംസിനെ ഇവിടെ ഇഗ്നോർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി റവന്യൂ റെസിപ്റ്റ്സ് ആൻഡ് റവന്യൂ പേയ്മെൻറ്റ്സ്. ക്യാപിറ്റൽ ഐറ്റംസ് ആർ ഇഗ്നോർഡ്. ഇറ്റ് ഇഗ്നോർസ് എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ഓഫ് പ്രീവിയസ് ഇയർ ആൻഡ് നെക്സ്റ്റ് ഇയർ. മുൻപത്തെ വർഷത്തെയും അടുത്ത വർഷത്തെയും എല്ലാ എക്സ്പെൻസസും ഇൻകംസും നമ്മൾ പറഞ്ഞു. എക്സ്പെൻസസും ഇൻകംസുമാണ് ഇവിടെ എടുക്കുക എന്ന് പറഞ്ഞു, റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ എടുക്കുന്ന അതാത് വർഷത്തെ മാത്രമേ എടുക്കുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഇറ്റ് ഇഗ്നോർസ് എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ഓഫ് പ്രീവിയസ് ഇയർ ആൻഡ് നെക്സ്റ്റ് ഇയർ. ഇറ്റ് ടേക്സ് എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ഓഫ് കറണ്ട് ഇയർ ഓൺലി. കറണ്ട് ഇയറിലെ എക്സ്പെൻസസും ഇൻകംസും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എടുക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. കറണ്ട് ഇയറിലെ എക്സ്പെൻസസും ഇൻകംസുമാണ് ഇവിടെ എടുക്കുന്നത്. ദീസ് മസ്റ്റ് ബി ടേക്കൺ ഇൻ ഫുൾ. ഇത് മൊത്തമായി എടുക്കും. മൊത്തമായി എടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ടോ അതെല്ലാം എടുക്കും. കാരണം R&Pയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും എടുക്കില്ല എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം എടുക്കും. ദിസ് മീൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എടുക്കും. പ്രീപെയ്ഡ് എക്സ്പെൻസസ് കാൽക്കുലേറ്റ് ചെയ്യും. അക്രൂഡ് ഇൻകംസ് എടുക്കും. അൺഏൺഡ് ഇൻകംസ് എടുക്കും. അതെല്ലാം എടുക്കും. പക്ഷേ എന്ത് ഒഴിവാക്കും? എന്താ ഒഴിവാക്കുന്നത് ക്യാപിറ്റൽ ഐറ്റംസ് ആണ് കേട്ടോ. ക്യാപിറ്റൽ ഐറ്റംസ് ഒഴിവാക്കും. റവന്യൂ റിസിപ്റ്റ്സും റവന്യൂ പേയ്മെൻറ്റ്സും മാത്രം ഉൾക്കൊള്ളിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ. പക്ഷെ അത് അതാത് വർഷത്തെ കറണ്ട് ഇയറിൽ മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. പ്രീവിയസ് ഇയറും നെക്സ്റ്റ് ഇയറും ഒക്കെ ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം ഇവിടെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ നെക്സ്റ്റ് പോയിൻ്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് നോൺ ക്യാഷ് ഐറ്റംസ് സച്ച് ആസ് ബാഡ് ഡെറ്റ്സിനെ
കാണിക്കും. ഡിപ്രിസിയേഷൻ എന്തെങ്കിലും അലോവബിൾ ആണെങ്കിൽ അതെല്ലാം കാണിക്കും. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ബാങ്ക്. അത് പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡസ് നോട്ട് കണ്ടെയ്ൻ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ബാങ്ക്. അത് കാണിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ദ ക്ലോസിംഗ് ബാലൻസ് റെപ്രസെൻറ്റ്സ് ഐദർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഇതിലെ ക്ലോസിംഗ് ബാലൻസിന് നമ്മൾ പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ സർപ്ലസ് എന്ന് പറയും, അല്ലെങ്കിൽ ഡെഫിസിറ്റ്. ലാഭമാണെങ്കിൽ സർപ്ലസ് എന്ന് പറയും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് കുറവ് എന്ന് പറയും കേട്ടോ. Income and expenditure account is prepared with the help of receipts and payments account after considering various adjustments. Adjustments എല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷമാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിലെ ഫാക്ട്സ് എടുത്തിട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സർപ്ലസോ ഡെഫിസിറ്റോ ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? അത് ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ. സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദി ക്യാപിറ്റൽ ഫണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലെ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അതൊരു പോയിൻ്റാണ്. പിന്നെ ഇവിടെ ക്ലോസിംഗ് ബാലൻസ് എന്താണ്? സർപ്ലസോ അല്ലെങ്കിൽ ഡെഫിസിറ്റാണ്. അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ ഫണ്ടിലേക്കാണെന്ന് പറഞ്ഞു. ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ബാങ്ക് എടുക്കുമോ? അതെടുക്കില്ല. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോൺ ക്യാഷ് ഐറ്റംസ് എടുക്കുമോ? എടുക്കും. ബാഡ് ഡെറ്റ്സ്, ഡിപ്രിസിയേഷൻ അതെല്ലാം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ? അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം എടുക്കും. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസും അക്രൂഡ് ഇൻകം ഇൻകം എല്ലാം എടുക്കും. അതിൻ്റെ എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ്സ് സഹിതം ചെയ്യണം. ഇറ്റ് ഇഗ്നോർസ് എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ഓഫ് പ്രീവിയസ് ഇയറിലെയും നെക്സ്റ്റ് ഇയറിലെയും എക്സ്പെൻസസും ഇൻകംസും ഒക്കെ ഇഗ്നോർ ചെയ്യും. ഇറ്റ് ടേക്സ് ഓൺലി ദ കറണ്ട് ഇയർ ഇൻഫർമേഷൻ മാത്രമേ എടുക്കുള്ളൂ. അത് പൂർണ്ണമായി എടുക്കും. പിന്നെ റവന്യൂ റെസിപ്റ്റ്സും റവന്യൂ പേയ്മെൻറ്റ്സും മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. ക്യാപിറ്റൽ ഐറ്റംസിനെ ഇഗ്നോർ ചെയ്യും എന്ന് പറഞ്ഞു. ഇറ്റ് റെക്കോർഡ്സ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഓൺ ദ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസും ലോസസും കാണിക്കും. ക്രെഡിറ്റ് സൈഡിൽ എന്താ കാണിക്കുക? ഇൻകംസ് ആൻഡ് ഗെയിൻസ് കാണിക്കും. ഇത് എവിടെ നിന്ന് ഉണ്ടാക്കുന്നത്? R&P എന്നാണ് ഇതിൻ്റെ ഫാക്ട്സ് എടുക്കുന്നത്. വാരിയസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യും. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണ്? ഒരു നോമിനൽ അക്കൗണ്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സായിട്ട് പറയണം. അപ്പോൾ ഇതിൽ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ ജസ്റ്റ് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഫീസ്. അപ്പോൾ എന്താണ് സബ്സ്ക്രിപ്ഷൻ നോക്കാം. ഫീസ് റിസീവ്ഡ് ബൈ ദ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സിൽ നിന്നും സ്വീകരിക്കുന്ന ഫീസിനെയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് receipts and payments account shows the total amount of subscription actually received during the year, while the amount shown in income and expenditure account is confined to the figure related to the current period. അതായത് R&Pയിൽ നമ്മൾ മൊത്തം കാണിച്ചായിരുന്നു അല്ലേ, മൊത്തം എമൗണ്ട്. പക്ഷേ ഇവിടെ എന്ത് മാത്രമേ കാണിക്കാൻ പാടൂ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റിലേറ്റഡ് ടു കറണ്ട് പീരിയഡ് ഓൺലി. കറണ്ട് പീരിയഡ് മാത്രമേ എന്തിൽ കാണിക്കാൻ പാടുള്ളൂ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാൻ പാടുള്ളൂ. അത് നമ്മൾ ഓർക്കണം. കറണ്ട് പീരിയഡ് ഓൺലി, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് വെദർ ഇറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് ഓർ നോട്ട്. കിട്ടിയോ ഇല്ലയോ എന്നൊന്നുമല്ല, ആ കറണ്ട് ഇയറിലെ പീരിയഡ് മാത്രമേ ഇവിടെ കാണിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. ബാക്കിയെല്ലാം ഡിഡക്റ്റഡ് സബ്സ്ക്രിപ്ഷൻ, ടോട്ടൽ റിസീവ്ഡ്, അതിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിലും അക്രൂഡ് എല്ലാം മൈനസ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇവിടെ എഴുതാൻ പാടുള്ളൂ. ഡൊണേഷൻ എന്താണെന്ന് നോക്കാം. ഡൊണേഷൻ ഒരു സോർട്ട് ഓഫ് ഗിഫ്റ്റ് ആണ് അല്ലേ. ക്യാഷ് ആവാം, പ്രോപ്പർട്ടി ആവാം, റിസീവ്ഡ് ഫ്രം ദ മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ നോൺ മെമ്പേഴ്സ് ആവാം. അപ്പോൾ ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് ഗിഫ്റ്റ് ഇൻ ക്യാഷ് ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഫ്രം ദ മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. ഇറ്റ് മേ ബി ഇൻ ക്യാഷ് ഓർ കൈൻഡ്. ക്യാഷ് ആവാം, കൈൻഡ് ആവാം. ഇറ്റ് അപ്പിയേഴ്സ് ഓൺ ദ റിസീപ്റ്റ് സൈഡ് ഓഫ് ദ R&P അക്കൗണ്ട്. R&P അക്കൗണ്ടിൽ ഇത് റെസീപ്റ്റ് സൈഡിലാണ് കാണപ്പെടുക. ഡൊണേഷൻ ക്യാൻ ബി ഫോർ സ്പെസിഫിക് പർപ്പസസ് ഓർ ഫോർ ജനറൽ പർപ്പസസ്. രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഒരു സ്പെസിഫിക് ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്ന ഡൊണേഷൻ, മറ്റത് ജനറൽ പർപ്പസിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ സ്പെസിഫിക് ഡൊണേഷൻ ആണെങ്കിൽ, ഇഫ് ഡൊണേഷൻ റിസീവ്ഡ് ഈസ് ടു ബി യൂട്ടിലൈസ്ഡ് ടു അച്ചീവ് സ്പെസിഫൈഡ് പർപ്പസ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ സ്പെസിഫിക് ഡൊണേഷൻ. ദ സ്പെസിഫിക് പർപ്പസ് ക്യാൻ ബി ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്. ഉള്ള ബിൽഡിംഗ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം,
അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് എ ന്യൂ കമ്പ്യൂട്ടർ ലബോറട്ടറി, അതിനു വേണ്ടി ഒരു കമ്പ്യൂട്ടർ ലാബ് പുതുത് പണിയാനാണ്. അപ്പോൾ സച്ച് ഡൊണേഷൻ ഈസ് ടു ബി ക്യാപിറ്റലൈസ്ഡ് ആൻഡ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ അങ്ങനത്തെ എമൗണ്ടുകൾ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡൊണേഷൻസിൻ്റെ എമൗണ്ട് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. പിന്നെ വേറെ എവിടെയാണ് കാണിക്കുക? ഡൊണേഷൻസ് വേറെ എവിടെയാണ് കാണിക്കുക? റെസീപ്റ്റ് സൈഡ്, R&Pയുടെ റെസീപ്റ്റ് സൈഡിലും കാണിക്കും കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു. വെദർ ഇറ്റ് ഈസ് ബിഗ് ഓർ സ്മോൾ, ചെറിയ എമൗണ്ട് ആണോ വലിയ എമൗണ്ട് ആണോ എന്നൊന്നും നോക്കണ്ട. അത് എങ്ങനെയാണെങ്കിൽ അത് ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് അങ്ങനെ ഒരു സ്പെസിഫിക് പർപ്പസിനുള്ളതാണെങ്കിൽ അതങ്ങനെ കാണിക്കാം. ദ ഇൻറ്റൻഷൻ ഈസ് ടു യൂട്ടിലൈസ് ദ എമൗണ്ട് ഫോർ ദ സ്പെസിഫൈഡ് പർപ്പസ് ഓൺലി. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? അത് ആ സ്പെസിഫൈഡ് പർപ്പസിന് വേണ്ടി തന്നെ ഉപയോഗിക്കണം, അല്ലേ? അതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ജനറൽ ഡൊണേഷൻസ് ഉണ്ടായിരിക്കും. സച്ച് ഡൊണേഷൻസ് ആർ ടു ബി യൂട്ടിലൈസ്ഡ് ടു പ്രൊമോട്ട് ദ ജനറൽ പർപ്പസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ആ സംഘടനയുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി, ജനറലായിട്ടുള്ള പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ കൊടുക്കുന്നതാണ് ജനറൽ ഡൊണേഷൻസ്. ദീസ് ആർ ട്രീറ്റഡ് ആസ്, അത് റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് പരിഗണിക്കുക. മറ്റത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിരുന്നു, ഇവിടെ റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് പരിഗണിക്കുക. ഇറ്റ് ഈസ് എ റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് റെഗുലറായിട്ട് ലഭിക്കുന്നതാണ്. മറ്റത് ഹ്യൂജ് എമൗണ്ട് അല്ലായിരിക്കാം, ചെറിയ എമൗണ്ടും ആയിരിക്കാം. പക്ഷേ അത് എപ്പോഴും കിട്ടില്ല. ഒരു ബിൽഡിംഗ് പണിക്കുന്നു പറഞ്ഞിട്ട് എപ്പോഴും ഫണ്ട് വരുമോ? ഇല്ല. ആ ബിൽഡിംഗ് പണിയണ വരെയല്ലേ ഫണ്ട് വരുള്ളൂ. അത് കഴിഞ്ഞു അല്ലേ? പക്ഷേ ഇതങ്ങനെയല്ല, ജനറൽ ഡൊണേഷൻസ് അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് എ റെഗുലർ സോഴ്സ് ഓഫ്, റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കും. ഹെൻസ് ദേ ആർ ട്രീറ്റഡ് ആസ് റവന്യൂ റെസിപ്റ്റ്. അതുകൊണ്ട് തന്നെ അവയെ ജനറൽ ഡൊണേഷൻസിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു? റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവയെ ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. ജനറൽ ഡൊണേഷൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. സ്പെസിഫിക് ആണെങ്കിലോ ലയബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയാണ് ചെയ്യാം. ഇനി ലീഗസീസ് എന്താണെന്ന് നോക്കാം. എന്താണ് ലീഗസീസ്? ലീഗസീസിൻ്റെ ചോദ്യം വരാറുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ദ എമൗണ്ട് റിസീവ്ഡ് ആസ് പെർ ദ വിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. മരണപ്പെട്ട ഒരു വ്യക്തിയുടെ വിൽ പ്രകാരം ലഭിക്കുന്ന എമൗണ്ട് ആണെന്ത്? ലീഗസി എന്ന് പറഞ്ഞാൽ ഇതൊരു ക്യാപിറ്റൽ റെസിപ്റ്റാണ്. ഇറ്റ് ഈസ് ടേക്കൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് കേട്ടോ. ഇതൊരു ക്യാപിറ്റൽ റെസിപ്റ്റാണ്. ഇതെവിടെയാണ് എടുക്കുക? ലയബിലിറ്റി സൈഡ്, ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. സം മെമ്പേഴ്സ് പ്രിഫർ ടു പേ ലംസം എമൗണ്ട് ആസ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് പീരിയോഡിക് സബ്സ്ക്രിപ്ഷൻ. അതായത് മന്ത്ലി കൊടുക്കുന്നതിന് പകരം ലൈഫ് ടൈം ആയിട്ട് മെമ്പർഷിപ്പ് അടയ്ക്കുക. ഒരുമിച്ച് അടയ്ക്കുമ്പോൾ കൺസെഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. പല സ്ഥാപനങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ലൈഫ് ടൈം ആയിട്ട് എടുക്കുന്ന മെമ്പർഷിപ്പ് ഫീ. സച്ച് എമൗണ്ട് ഈസ് ട്രീറ്റഡ് ആസ്, അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റാണ്. കാരണം അത് റെഗുലറായിട്ട് വരുമോ? ഇല്ല. ആൻഡ് ക്രെഡിറ്റഡ് ഡയറക്ട്ലി ടു ദി ക്യാപിറ്റൽ ജനറൽ ഫണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി ക്രെഡിറ്റ് ചെയ്യണത് ക്യാപിറ്റലിലേക്ക്, ജനറൽ ഫണ്ടിലേക്ക്. അതായത് ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നു, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. ജനറൽ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നു, ബാലൻസ് ഷീറ്റിൽ കേട്ടോ. എൻട്രൻസ് ഫീസ് എന്താണെന്ന് നോക്കാം. എൻട്രൻസ് ഫീ ഓൾസോ നോൺ ആസ് അഡ്മിഷൻ ഫീ ആണ്. ഈസ് പെയ്ഡ് ഓൺലി വൺസ് ബൈ ദ മെമ്പർ അറ്റ് ദ ടൈം ഓഫ് ബിക്കമിങ് മെമ്പർ. ഒരു മെമ്പർ ആകുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം നമുക്ക് എൻട്രൻസ് ഫീ കൊടുക്കണ്ടു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ മെമ്പർ ആവുമ്പോൾ ഫസ്റ്റ് ടൈം മാത്രമല്ലേ നമുക്ക് എൻട്രൻസ് ഫീ കൊടുക്കണ്ടു. എല്ലാ മാസവും എൻട്രൻസ് ഫീ കൊടുക്കണോ? വേണ്ട. നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുമ്പം ഫസ്റ്റ് പ്രാവശ്യം മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ഒരു എൻട്രൻസ് ഫീ കൊടുക്കണം അല്ലേ? അപ്പോൾ എൻട്രൻസ് ഫീ ഓൾസോ നോൺ ആസ് അഡ്മിഷൻ ഫീ ഈസ് പെയ്ഡ് ഓൺലി വൺസ് ബൈ ദ മെമ്പർ അറ്റ് ദ ടൈം ഓഫ് ബിക്കമിങ് മെമ്പർ. ഇൻ കേസ് ഓഫ് ഓർഗനൈസേഷൻസ് ലൈക്ക് clubs and some charitable institutions is limited and the amount of entrance fee is quite high. കുറച്ച് വലിയ എമൗണ്ട് വാങ്ങിക്കുന്ന ക്ലബ്ബുകളും ചാരിറ്റബിൾ ഓർഗനൈസേഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു വലിയ എമൗണ്ട് ആണെങ്കിൽ അത് നോൺ റിക്കറിങ് ആയിരിക്കും. കാരണം അത് എപ്പോഴും വരണമല്ല. അതുകൊണ്ട് തന്നെ അത് ക്രെഡിറ്റ് ചെയ്യണം. എന്ത്? ക്യാപിറ്റൽ ഓർ ജനറൽ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറയണത് കേട്ടോ. എൻട്രൻസ് ഫീസ് ഈസ് ക്വൈറ്റ് ഹൈ. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് നോൺ റിക്കറിങ് ഐറ്റം and credited directly to capital or general fund. However,
ഫോർ സം ഓർഗനൈസേഷൻസ് ലൈക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എൻട്രൻസ് ഫീസ് ഒരു റെഗുലർ ഇൻകം ആയിട്ടാണ് എടുക്കുന്നത്. എമൗണ്ട് പൊതുവെ ചെറുതായിരിക്കും, മേ ഓൾസോ ബി സ്മോൾ. ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് കസ്റ്റമറി ടു ട്രീറ്റ് ദിസ് ഐറ്റം ആസ് അങ്ങനത്തെ പർപ്പസിൽ അത് റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് പരിഗണിക്കുക. If there is specific instruction, it is advisable to treat the entire amount as capital receipt and the relevant amount should be directly added to capital or general fund. അതായത് ലയബിലിറ്റി സൈഡിൽ അങ്ങനത്തെ എമൗണ്ട് മാത്രം എന്ത് ചെയ്യുന്നു, ലയബിലിറ്റി സൈഡിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കും കേട്ടോ. ഇനി സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്, ഓൾഡ് യൂസ്ഡ് അസറ്റ് ഉണ്ടല്ലോ, അത് വിൽപ്പന നടത്തിയാൽ എന്താ? റെസീപ്റ്റ്സ് ഫ്രം സെയിൽ ഓഫ് ഓൾഡ് അസറ്റ് അപ്പിയർ ഇൻ R&P അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ട്, വിറ്റ വർഷം കാണിക്കും. അത് റിക്കറിങ് ഇൻ നാച്ചറാണ്. കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ഓൾഡ് അസറ്റ് നമ്മൾ യൂസ് ചെയ്ത് ഇപ്പോൾ പഴയ സാധനങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ, അപ്പോൾ അത് ഒരു റിക്കറിങ് ഇൻ നാച്ചറാണ് ഉപയോഗം. ശൂന്യമാകുമ്പോൾ നമ്മളത് കളയുക അല്ലെങ്കിൽ വിൽക്കുക, അല്ല എന്നിട്ട് പിന്നെ പുതിയത് വാങ്ങിക്കും. അപ്പോൾ അതുകൊണ്ട് അത് റിക്കറിങ് നാച്ചറാണ്. അതുകൊണ്ട് തന്നെ അതൊരു റവന്യൂ റെസിപ്റ്റാണ്. ഇറ്റ് ഈസ് ടേക്കൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും കേട്ടോ. അപ്പോൾ അത് റവന്യൂ റെസിപ്റ്റ് ആണെന്ന് ആലോചിക്കുക. സെയിൽ ഓഫ് ഓൾഡ് അസറ്റ് എന്താണ്? ഒരു റവന്യൂ റെസിപ്റ്റ് ആണ്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. സെയിൽ ഓഫ് പീരിയോഡിക്കൽസ് സെയിം ആണ്. പീരിയോഡിക്കൽസ് ഇറ്റ് ഈസ് ആൻ ഐറ്റം ഓഫ് റിക്കറിങ് നേച്ചറാണ്. ഇൻകം സൈഡിലാണ് കാണിക്കുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കേട്ടോ. പിന്നെ സെയിൽ ഓഫ് സ്പോർട്സ് ഐറ്റം സെയിം ആണ്. സെയിൽ ഓഫ് സ്പോർട്സ് ഐറ്റം യൂസ്ഡ് മെറ്റീരിയൽസ് ലൈക്ക് ഓൾഡ് ബോൾസ്, ബാറ്റ്സ്, നെറ്റ്സ് ഒക്കെ അതും റിക്കറിങ് ഇൻ നേച്ചറാണ്. ഹെൻസ് ഇറ്റ് ഈസ് എ റവന്യൂ റെസിപ്റ്റ്. ഇറ്റ് ഈസ് ടേക്കൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പിന്നെ പേയ്മെൻറ്റ്സ് ഓഫ് ഹോണറേറിയം. എന്താണ് ഹോണറേറിയം? ഹോണറേറിയം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ടു ദ പേഴ്സൺ ഹു ഈസ് നോട്ട് എ റെഗുലർ എംപ്ലോയി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഹോണറേറിയം കൊടുക്കുന്നത് നമ്മുടെ റെഗുലർ എംപ്ലോയിക്കല്ല. റെഗുലർ എംപ്ലോയിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ സാലറി എന്നാണ് പറയുക അല്ലേ. ഹോണറേറിയം എന്ന് പറഞ്ഞാൽ റെഗുലർ എംപ്ലോയി അല്ലാതെ ഒരു പേഴ്സൺ വന്ന് നമുക്ക് പണിയെടുത്ത് തന്നിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന എമൗണ്ട് ആണെന്ത് ഹോണറേറിയം അല്ലേ. അപ്പോൾ അത് പേയ്മെൻറ്റ് ടു ആൻ ആർട്ടിസ്റ്റ് ഫോർ ഗിവിങ് പെർഫോമൻസ് അറ്റ് ദ ക്ലബ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹോണറേറിയം. ഇറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. സോ ഇറ്റ് ഈസ് ടേക്കൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് അത് കാണിക്കുന്നത് കേട്ടോ. ഈ എൻഡോവ്മെൻറ്റ് ഫണ്ട് എന്താണ്? എൻഡോവ്മെൻറ്റ് ഫണ്ട് ഇറ്റ് ഈസ് എ ഫണ്ട് അറൈസിങ് ഫ്രം എ ബെക്കസ്റ്റ് ഓർ ഗിഫ്റ്റ് ദ ഇൻകം ഓഫ് വിച്ച് ഈസ് ഡിവോട്ടഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് എൻഡോവ്മെൻറ്റ് ഫണ്ട്. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ചിലപ്പോൾ ബിഗ് എമൗണ്ട് ആവാൻ കിട്ടുക. അതുകൊണ്ട് തന്നെ അതൊരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് കിട്ടില്ല. സോ ഇതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് കാണിക്കും. അത് ബാലൻസ് ഷീറ്റിൽ ഒരു ലയബിലിറ്റി സൈഡിൽ കാണിക്കും. ഒരു സ്പെസിഫിക് പർപ്പസ് ഫണ്ട് എന്നുള്ള രീതിയിലാണ് എൻഡോവ്മെൻറ്റ് ഫണ്ട് കാണിക്കുക. അപ്പോൾ എൻഡോവ്മെൻറ്റ് ഫണ്ട് എന്താണ്? ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് കേട്ടോ. അതെവിടെയാണ് കാണിക്കുക? ലയബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. ഗവൺമെൻറ് ഗ്രാൻറ്റ് എന്നറിയുന്നതാണ്. സ്കൂൾസും കോളേജസിലും പബ്ലിക് ഹോസ്പിറ്റൽസും ഒക്കെ ഗവൺമെൻറ് ഗ്രാൻറ്റ് ഉണ്ട് അല്ലേ. റിക്കറിങ് ഗ്രാൻറ്റ്സ് ആണത്. മെയിൻ്റനൻസ് ഗ്രാൻറ്റ് ഉണ്ട്. അത് മെയിൻ്റനൻസ് ഗ്രാൻറ്റ് ഒരു റവന്യൂ റെസിപ്റ്റാണ്. കാരണം അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടും. മെയിൻ്റനൻസിന് വേണ്ടി കൊടുക്കണതല്ലേ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലഭിക്കും. അപ്പോൾ അതെന്താണ്? ഒരു റവന്യൂ റെസിപ്റ്റാണ് കേട്ടോ. ആൻഡ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഹൗഎവർ ഗ്രാൻഡ് സച്ച് ബിൽഡിങ്ങിനുള്ള ഗ്രാൻഡ് ആണെങ്കിലും അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റാണ്. അതൊരു വലിയ എമൗണ്ട് ആയിരിക്കും. ചെറിയൊരു എമൗണ്ട് ബിൽഡിങ് പണിയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുക്കുമോ? ഇല്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റാണ്. അത് ബിൽഡിംഗ് ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ. ബിൽഡിംഗ് ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് സം നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് റിസീവ് ക്യാഷ് സബ്സിഡി ഫ്രം ദ ഗവൺമെൻറ് ഓർ ഗവൺമെൻറ് ഏജൻസീസ്. ദിസ് സബ്സിഡി ഈസ് ഓൾസോ ട്രീറ്റഡ് ആസ് റവന്യൂ ഇൻകം ഫോർ ദ ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് റിസീവ്ഡ്. മറ്റ് ചില സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് സബ്സിഡി വാങ്ങിക്കാറുണ്ട്. ആ സബ്സിഡി ഇനി നമ്മൾ റവന്യൂ ഇൻകമായി കണ്ടിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ സ്പെഷ്യൽ ഫണ്ട്സ് ഓർ സ്പെസിഫിക് ഫണ്ട്സ് എന്താണ്? നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്
ഉണ്ടാക്കുന്നതാണ്. പ്രൈസ് ഫണ്ട്, മാച്ച് ഫണ്ട്, ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന ഫണ്ടുകൾ കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് ലയബിലിറ്റി സൈഡിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ആഡിങ് ദ ഇൻകം ടു ദ ഫണ്ട് ആൻഡ് ഡിഡക്റ്റിംഗ് എക്സ്പെൻസസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ ഫണ്ട് ഫ്രം ഇറ്റ്. അപ്പം ആ ഒരു ഫണ്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്ന് എന്തൊക്കെ എക്സ്പെൻസ് വന്നു അതൊന്ന് കിഴിച്ച് കാണിക്കണം എന്നാണ് പറയണത്. Thus, the expenses and incomes relating to special funds are not taken to ആ എക്സ്പെൻസസും ഇൻകംസും ഒന്നും എവിടെ കാണിക്കണ്ട, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണ്ട. പിന്നെ അത് അസറ്റ് സൈഡിൽ, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത് കേട്ടോ. സ്പെഷ്യൽ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഷുഡ് ബി ടേക്കൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് കേട്ടോ. പിന്നെ ക്യാപിറ്റൽ ഫണ്ട് എന്താണ്? ഇത് സിമിലർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് പോലെ തന്നെ, ട്രേഡിംഗ് കൺസേണിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഉള്ള പോലെ തന്നെ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയണോ അല്ലേ. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലയബിലിറ്റീസ് ഓഫ് ദ കൺസേൺ. സർപ്ലസ് ഈസ് ആഡഡ് ആൻഡ് ഡെഫിസിറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദിസ് ഫണ്ട്. അതായത് സർപ്ലസ് വരുമ്പോൾ ഈ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഡെഫിസിറ്റ് ആണെങ്കിലോ ഈ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ഡിഡക്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, അപ്പോൾ ഇത് ജസ്റ്റ് ഇതെന്നാണ് ക്വസ്റ്റ്യൻസ് വരിക കൂടുതലും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ടാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ് കേട്ടോ. Receipts and payments account includes both capital and revenue items. Receipts and payments accountൽ ക്യാപിറ്റലും ഇൻക്ലൂഡ് ആണ്, റവന്യൂ ഐറ്റംസും ഇൻക്ലൂഡ് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോ ഓൺലി റവന്യൂ ഐറ്റംസ് ആണ്. അവിടെ ക്യാപിറ്റൽ ഐറ്റംസ് എക്സ്ക്ലൂഡഡ് എന്നാണ് പറയുന്നത് കേട്ടോ. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഒരു ക്യാഷ് ബുക്ക് പോലെയാണ്. ഇതോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടോ അതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ് കേട്ടോ. Receipts and payments account are shown on the debit side and payments are shown on the credit side. അങ്ങനെയാണ് പറയുന്നത്. മറ്റൊരുത്തെ എക്സ്പെൻസസ് ആർ ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ്. എക്സ്പെൻസസ് ആണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്, ഇൻകംസ് ആണ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഇവിടെ റെസീപ്റ്റ്സ് ആണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത് R&Pയിൽ, പേയ്മെൻറ്റ്സ് കാണിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ അത് ഓർത്ത് തന്നെ വെക്കണം. ഏതെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചിട്ട് പിന്നെ അതിൻ്റെ ഉൾട്ടയാണ് മറ്റതെന്ന് ആലോചിച്ചാൽ മതി. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ബാങ്ക് ഓർ ബോത്ത്. നമ്മുടെ R&P തുടങ്ങുന്നത് തന്നെ ക്യാഷിലോ ബാങ്കിലോ ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ്. പക്ഷേ അവിടെ അതില്ല, ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. ഇറ്റ് ഡസ് നോട്ട് സ്റ്റാർട്ട് വിത്ത് എനി ഓപ്പണിംഗ് ബാലൻസ് എന്നാണ് പറയണത് കേട്ടോ. പിന്നെ R&P പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസിലാണ്, മറ്റേത് അക്രൂവൽ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ R&P ഇഗ്നോർ ചെയ്യുന്നത് ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും അക്രൂഡ് എല്ലാം ഇഗ്നോർ ചെയ്യാണ് ചെയ്യുക. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ സൈഡിൽ വരുമ്പോൾ അവിടെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺസിഡേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ്സിനെയും പ്രീപെയ്ഡിനെയും അക്രൂഡിനെയും എല്ലാം അവർ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഐറ്റംസ് റിലേറ്റിംഗ് ടു പ്രീവിയസ്, കറണ്ട് ആൻഡ് സക്സീഡിങ് ഇയർ. ഇവിടെ എല്ലാ വർഷവും R&Pയിൽ കയറിപ്പോവും, എടുക്കും. പക്ഷേ ഇവിടെ അങ്ങനെ എടുക്കില്ല, കറണ്ട് ഇയറിലും മാത്രമാണ്. പക്ഷേ ഇവിടെ നോൺ ക്യാഷ് ഐറ്റംസും എല്ലാം, നോൺ ക്യാഷ് ഐറ്റംസ് ഡിപ്രിസിയേഷൻ അതെല്ലാം എവിടെ എടുക്കും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ R&P നോൺ ക്യാഷ് ഐറ്റംസിനെ എല്ലാം ഇഗ്നോർ ചെയ്യും എന്നാണ് പറയണത്. ക്ലോസിംഗ് ബാലൻസ് റെപ്രസെൻറ്റ്സ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക് ഓർ ബോത്ത്. അങ്ങനെയാണ് കാണിക്കുക ക്ലോസിംഗ് ബാലൻസിന്. ഇവിടെ ക്ലോസിംഗ് ബാലൻസിന് സർപ്ലസ് എന്നോ ഡെഫിസിറ്റ് എന്നോ ആണ് പറയുക. മറ്റൊടത്ത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് കാണിക്കും, ഒന്നെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് കാണിക്കും, അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് കാണിക്കും, അങ്ങനെയാണ് പറയുക. ഇറ്റ് ഈസ് അക്കമ്പനഡ് ബൈ ബാലൻസ് ഷീറ്റ്. ഇത് ബാലൻസ് ഷീറ്റിൻ്റെ തുടർച്ചയൊന്നുമല്ല. ഇറ്റ് ഈസ് നോട്ട് അക്കമ്പനഡ്. ഇതിനോട് തുടർന്നൊരു ബാലൻസ് ഷീറ്റ് ഉണ്ടാവുമോ? ഇല്ല. പക്ഷേ ഇവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു കൺസെപ്റ്റ്സ് എല്ലാം ഇതിലുണ്ട്. അപ്പോൾ ഈ കൺസെപ്റ്റ്സ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ കോളം ജസ്റ്റ് നന്നായി മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. കമ്പാരിസൺ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവ തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് നോക്കാം. ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു റവന്യൂ അക്കൗണ്ടാണ്, ഓഫ് എ നോൺ ട്രേഡിംഗ് കൺസേണിൻ്റെ റവന്യൂ അക്കൗണ്ടാണ്. നോൺ ട്രേഡിംഗ് അല്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പോലെയാണ് അല്ലേ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മുടെ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയാണ്.
മറ്റേത് ട്രേഡിംഗ് കൺസേൺഡിൻ്റെയാണ്. മറ്റേത് നോൺ ട്രേഡിംഗ് ആണ്, മറ്റേത് ട്രേഡിംഗ് കൺസേൺഡിൻ്റെയാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട്. ഇവിടെ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കണ്ടുപിടിക്കുന്നതെങ്കിൽ മറ്റോടത്ത് കണ്ടുപിടിക്കുന്നത് നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കുക? നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വരയ്ക്കുന്നത് അല്ലേ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്, മറ്റോടത്ത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. ഇറ്റ് ഡസ് നോട്ട് സ്റ്റാർട്ട് വിത്ത് എനി ബാലൻസ് എന്നാണ് പറയുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നമ്മൾ പറഞ്ഞു ക്യാഷോ ബാങ്കോ ഓപ്പണിംഗ് ബാലൻസോ ഒന്നും എഴുതണ്ടെന്ന് പറഞ്ഞു. ഇറ്റ് ഡസ് നോട്ട് സ്റ്റാർട്ട് വിത്ത് എനി ബാലൻസ്, ഒരു ബാലൻസും വെച്ചിട്ട് തുടങ്ങണ്ട. പക്ഷേ ഇവിടെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് നമ്മൾ കണ്ടുപിടിക്കും. അതിനുശേഷമാണ് നമ്മളിത് എഴുതുക. അല്ലെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് വരുന്ന അത് ഇങ്ങോട്ട് എഴുതും, അതിനുശേഷമാണ് അത് തുടങ്ങുക. അപ്പോൾ അതൊരു പോയിൻ്റാണ്, നോട്ട് ചെയ്യുക. ഇറ്റ്സ് ക്ലോസിംഗ് ബാലൻസ് സർപ്ലസ് ഓർ ഡെഫിസിറ്റും ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ ഫണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് സർപ്ലസ് ആണെങ്കിലും ഡെഫിസിറ്റ് ആണെങ്കിലും അതെവിടെ ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞു. മറ്റത് ട്രാൻസ്ഫർ ചെയ്യുക ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് കേട്ടോ. ഇറ്റ്സ് ക്ലോസിംഗ് ബാലൻസ് പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അപ്പോൾ അതാണൊരു മേജർ, പോലെയാണെന്ന് പറയുമ്പോഴും ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഈ കൺസെപ്റ്റ്സിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, അതായത് ചെറിയൊരു ചാപ്റ്ററാണ് അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ അതിലത്തെ എല്ലാ കൺസെപ്റ്റ്സും ഏകദേശം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുന്ന എല്ലാ കൺസെപ്റ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്താണെന്നും അതിലെന്തൊക്കെ ഐറ്റംസ് ആണ് എടുക്കുക എന്നും ഏതൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുക എന്നും മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും എന്തെല്ലാം എടുക്കുമെന്നും എന്തെല്ലാം എക്സ്ക്ലൂഡ് ചെയ്യുന്നു മനസ്സിലാക്കുക. അവ തമ്മിലുള്ള ബേസിക്കായ ഡിഫറൻസസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വന്നാൽ പോലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയാലല്ലേ നമുക്കത് മനസ്സിലാവുള്ളൂ. കാണാതെ പഠിക്കുന്നതിനേക്കാൾ നമ്മൾ ആ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവുക. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്ത് ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഏകദേശം മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ് അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇനി നമുക്ക് ഒഴിവുപോലെ ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് MCQs ചെയ്യാം, കുറച്ച് MCQs ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരും. ഇങ്ങനെ നമുക്ക് അക്കൗണ്ടിങ് തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് കവർ ചെയ്ത് പോകണം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്താനുള്ള ഒരു സഹായകരമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ നമുക്കിതിൻ്റെ നോട്ട്സ് അവൈലബിൾ ആവണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുണ്ട്, അതായത് ടെലഗ്രാം ഉണ്ട്. താഴെ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളത് പിൻ ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നമുക്ക് PDF അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ അവിടെ പോയിട്ട് PDF കൂടി എടുത്ത് വായിക്കുമ്പോൾ നമുക്കതൊന്നും കൂടി നന്നായി ക്ലിയർ ആവും. പിന്നെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പിന്നെ വീഡിയോയുടെ താഴെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പിന്നെ കൂടെ ഇതിൻ്റെ അടുത്ത ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.